പ്രധാനമായിട്ടും ഒരു എക്സ്റ്റേണൽ മെമ്പറെ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റിയിലേക്ക് പ്രിഫർ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അയാൾ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു ബാങ്ക് നടത്തുന്ന ആളാണ്. നിങ്ങളുടെ ബാങ്കിന് വേണ്ടി ചിലപ്പോൾ ഒരു ലോയറോ അതല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ഏജൻസീസിൻ്റെ സർവീസസിന് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യുകയോ അവരെ കോൺടാക്ട് ചെയ്യുകയോ അവരെ സഹായം സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരാളെയും തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ എക്സ്റ്റേണൽ മെമ്പറാക്കി വെക്കാൻ സാധിക്കില്ല. കാരണം അയാൾ ഇൻഡിപെൻഡൻ്റ് അല്ല. അയാൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. സോ നിങ്ങൾ വെക്കുന്ന ആൾ നിങ്ങളുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളാവരുത്. ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ഥാപനത്തിൽ മുമ്പ് ജോലി ചെയ്ത ആൾക്കാരോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപന ഉടമകളുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രവർത്തിച്ചവരോ അവരുടെ ബന്ധുക്കളോ തുടങ്ങിയിട്ട് ആൾക്കാരൊന്നും എക്സ്റ്റേണൽ മെമ്പർ ആവാൻ സാധിക്കുകയില്ല. മറ്റൊന്നെന്ന് പറയുന്നത് ഇയാൾ ഒരു എക്സ്പേർട്ട് പേഴ്സൺ ആയിരിക്കണം എന്നുള്ളതാണ്. ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, രണ്ടാമത് എക്സ്പേർട്ട് ആയിരിക്കണം. എക്സ്പേർട്ട് പേഴ്സൺ ആവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്രശ്നം നിയമപരമായ രീതിയിൽ തന്നെ പരിഹരിക്കണം എന്നാണ് നിയമം ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു എക്സ്റ്റേണൽ മെമ്പറെ വെക്കുന്നത് തന്നെ. ഈ കമ്മിറ്റിയിൽ 4 അംഗങ്ങളിൽ 3 ആൾക്കാരും ഇൻറ്റേർണലാണ്, നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഒരാൾ എക്സ്റ്റേണൽ ആവുക വഴി ഈ നിയമത്തിൽ ഒരു പരാതിക്കാരിക്ക് കിട്ടേണ്ട നീതി പ്രോപ്പർലി അയാൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് നിയമം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നീതി ലഭ്യമാക്കാൻ കഴിവുള്ള, ഇതേക്കുറിച്ച് ധാരണയുള്ള, സെക്ഷൽ ഹരാസ്മെൻറ്റിൽ പ്രവൃത്തി പരിചയമുള്ള ആളുകളായിരിക്കണം എന്നുള്ള നിയമത്തിൻ്റെ സെക്ഷൻ 4 പറയുന്നത് 2 കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ നിങ്ങൾക്ക് ഇൻറ്റേർണൽ കമ്മിറ്റിയിലെ എക്സ്റ്റേണൽ മെമ്പറായിട്ട് വയ്ക്കാം. ഒന്ന്, സെക്ഷൽ ഹരാസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു NGOയുടെയോ അസോസിയേഷൻ്റെയോ റെപ്രസെൻറ്റേറ്റീവിനെ വയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഒരാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെക്ഷൽ ഹരാസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ വർക്കറെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്.